Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകല്ലേ വെള്ളം. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നലെ രാത്രിയിൽ എനിക്കൊരു കുട്ടി കമൻറ്റ് ഇട്ടു, ചേച്ചി ഡെലിവറിക്ക് മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്, സോ അതാകാമെന്ന് വിചാരിച്ചു. രാവിലെ ഉറക്കം എണീറ്റ് കുറച്ച് നേരമായി എണീറ്റിട്ട്. ഞാൻ വെളുപ്പിന് എണീറ്റായിരുന്നു, 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ ഇപ്പോഴത്തെ 8 മണിയാവുന്നേ ഉള്ളൂ. രാവിലത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിയുടെ ഫീഡിങ് ബോട്ടിലൊന്ന് ക്ലീൻ ചെയ്യുക, കാശിക്കുള്ള പാല് കൊടുത്തതിന് ശേഷമേ ഞാനെന്താ ബ്രഷ് ചെയ്യാറുള്ളൂ. ഇപ്പം എല്ലാ ദിവസവും അങ്ങനെയാണ് കേട്ടോ. രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ആൾക്ക് പാല് വേണം. എൻ്റെ കൂടെ ഇരിപ്പുണ്ട് ഗോകുല അമ്മ. എനിക്ക് പണി തരാനായിട്ട് കയറിയിരിക്കുക. എനിക്കത് വാഷ് ചെയ്തിട്ട് പാല് കുടിക്കണ്ടേ? രാവിലെ നിർബന്ധം വാഷ് ചെയ്യട്ടെ. നല്ലൊരു ബോട്ടിലാണ് പൊട്ടിച്ച് കളഞ്ഞു. അടങ്ങൊക്കെ ഒരു തരത്തിൽ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഇവനെ കൊണ്ട് ഞാൻ കുഴയും. വീട്ടിൽ 10-15 ആൾക്കാരുണ്ട്, ശുരി കയ്യിലില്ല. ഇതൊക്കെ വാഷ് ചെയ്ത് ഞാൻ ഇവന് പാല് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു അപ്പിട്ടെന്ന് തോന്നുന്നു രാവിലെ എണീറ്റിട്ട്. അപ്പം അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഓടി വരാം. അപ്പോൾ ഇതേ രാവിലെ തന്നെ ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും കഴിക്കാറില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ ചിലർ ഈ ബെഡ് കോഫിയൊക്കെ കഴിക്കുന്ന കണ്ടിട്ടില്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് കിടക്കുന്നവർക്കൊക്കെ. ഞാൻ നൈറ്റ് അങ്ങനെ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യാറില്ല, തോന്നുമ്പോൾ മാത്രമേ ബ്രഷ് ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സയൻറ്റിഫിക് പഠനങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ ബെഡ് കോഫി കഴിക്കുമല്ലോ, അല്ലെങ്കിൽ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതൊക്കെ വെച്ച് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ജാപ്പനീസ് വാട്ടർ തെറാപ്പിക്കകത്തൊക്കെ അത് പറയുന്നുണ്ട്. നമ്മുടെ ഗുഡ് ബാക്ടീരിയസ് നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രാവിലെ കാശിക്കുള്ള പാൽ കൊടുത്തു. മൊത്തം കുടിച്ചില്ല, ഇത്രയേ കുടിക്കുള്ളൂ. ഈ ബാക്കി ഒരു ഉച്ചയ്ക്കുള്ളിൽ കുടിച്ച് തീർത്തുള്ളൂ. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കഞ്ഞിയാണ്, അപ്പോൾ കഞ്ഞി കൊടുക്കണം. ഏതോ മാങ്ങ. അപ്പോൾ കഞ്ഞിയാണ്. എനിക്കാണെങ്കിൽ ഒരു നേരെ അരിയാഹാരം പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വേവിച്ചൊരു സ്മൂത്തി ആക്കാമെന്ന്. രാത്രിയിൽ ചപ്പാത്തി കഴിക്കാം. അപ്പോൾ കുറച്ച് ഓട്സ് ഞാൻ സ്മൂത്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേ ചേഞ്ച് വരാറുള്ളൂ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞാൻ നടക്കും. ഈന്തപ്പഴം കഴിഞ്ഞു. ഈന്തപ്പഴമാണ് എൻ്റെ സ്മൂത്തിക്കകത്ത് മധുരം. പിന്നെ പഴം ചേർത്ത് കൊടുക്കും. പച്ചപ്പഴവും കഴിഞ്ഞു. സോ കറിക്കായ്ക്ക് വെച്ചിരുന്ന ഇരിപ്പുണ്ട്, അതേ പഴുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് എടുത്തിട്ട് അടിക്കാൻ തോന്നി. പിന്നെ ഒരു പകുതി മാമ്പഴമുണ്ട്, കട്ട് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തൊരു സ്മൂത്തി അടിക്കാൻ വിചാരിച്ച് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിട്ട് വീഡിയോ എടുത്ത് സ്മൂത്തി അടിച്ച് എല്ലാം കൂടെ എനിക്ക് ടാസ്ക് ആയിരിക്കും. അതുകൊണ്ടിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം കഴിഞ്ഞ് ഒരെണ്ണമുണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിൽ പ്ലമ്മും കാര്യങ്ങളൊക്കെയാണ്. പ്ലമ്മും പുളിയാണ്. ഗ്രേപ്സ് ഇരിപ്പുണ്ട്. വാൾനട്ട്സ് ഇട്ട് കൊടുക്കുക. എനിക്കിഷ്ടമാണ് വാൾനട്ട്സ്. പക്ഷേ ഈ മിക്സഡിൻ്റെ അകത്തുള്ള അത്ര ടേസ്റ്റും ഇല്ല. അപ്പം ഞാൻ അടിച്ചിട്ട് വരാം. അതുകൊണ്ട് കൈ അടിക്കുന്നതിനെ വെച്ചിട്ട് മാമ്പഴം കുറച്ചധികം പഴുത്തുപോയി. മുളമ്പഴമല്ല, പക്ഷെ കുഴപ്പമില്ല.
നല്ല എന്തോ എടുത്ത് താഴെ കളഞ്ഞു. കാശി ബ്രഷ് അല്ല അത്, നന്നായിട്ട് പഴുത്തുപോയി. എൻ്റെ കയ്യിൽ അന്നേരമുള്ള പച്ചക്കറിയാണോ ഫ്രൂട്ട്സാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. പച്ചക്കറി മീൻസ് ക്യാരറ്റ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റേൻ്റെ പേരെന്തോ ബീട്രൂട്ട്. അല്ലാതെ വേറെ വെജിറ്റബിൾസ് ഒന്നും സ്മൂത്തിക്കകത്ത് ആഡ് ചെയ്യുമോ എനിക്കറിയത്തില്ല, ഞാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പാല് കാച്ചാൻ വെച്ചേക്കുന്നു. ഇനി പാൽ ഇതിൻ്റെ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും മറ്റേ ഓട്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് എന്താ പാലൊഴിക്കണം, ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ പൗഡർ ഇടണം, എന്നിട്ട് ഇത് കുറച്ച് നേരം വെച്ച് ഇതൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് തട്ടിയിട്ടിട്ട് അടിക്കണം. അത്രേ ഉള്ളൂ. അപ്പം അതിൻ്റെ സ്മൂത്ത് റെഡിയുണ്ടാവും. അത്യാവശ്യം തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പാല് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടിട്ടേ ഓട്സ് പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അടിക്കുന്ന വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് കിട്ടും. നല്ല ഫീലിംഗ് ആണ്, വയറും നിറയും. അപ്പോൾ ഞാൻ കാശിക്കൂട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആനെടുത്ത് പോവാം. ശരി, കാർട്ടൂൺ വെച്ച് കൊടുക്കാനാണ് പറയുന്നത്. ഓ ആന കൊണ്ടുപോവാം. വെച്ച് തരാം. ഞാൻ ഫോണിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ കഞ്ഞിയും അച്ചാറും ആണ് കേട്ടോ കാശിന്. ആന വെച്ച് തരാം. അപ്പം ഞാനത് വെച്ച് കൊടുക്കട്ടെ. ഇതിനിടയ്ക്ക് കാശി ബേബിക്ക് എന്താ ഫുഡ് കൊടുത്തു. കാശിക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഗോഗു വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഇനിയിപ്പം കാശിനെ കുളിപ്പിക്കാൻ കൊണ്ടിരുത്തിയേക്കും. ഇത് കാശിക്ക് കുഞ്ഞിനെ മേടിച്ചാൽ ഞാൻ ഒരെണ്ണം കണ്ട് ഇതിനകത്തിട്ടു, 3 ആയിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം കാശിക്ക് അന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ വാഷ് ചെയ്തെടുത്താണ്. നേരത്തെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണങ്ങിയില്ലായിരുന്നു. ഇപ്പം മോളിൽ നിന്ന് പറക്കിയെടുത്തോണ്ട് വന്നു. അപ്പോൾ തുണി കുറച്ച് മടക്കാനുണ്ട്, ഒരുപാടൊന്നും ഇല്ല, ഇത്തിരിയേ ഉള്ളൂ. ഇതിൻ്റെ ഉടുപ്പ് എവിടെയാണോ എന്തോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് കാശിയെ കുളിപ്പിക്കാൻ വിചാരിച്ചു. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. നല്ലൊരു ഉടുപ്പായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയി കാശിക്ക്. ഇതേ കണ്ടോ, മഷിയായി മൊത്തം. എന്നുവെച്ചാൽ അവനെ ഒരു പേന എടുത്ത് വെച്ച് കളിച്ച് മൊത്തത്തിൽ മഷിയാക്കി കളഞ്ഞ് ആ ഡ്രസ്സിൻ്റെ അകത്ത് ഫുള്ള്. അതങ്ങനെ നാശമായി. ഇതാ ചിക്കിതാ. അപ്പം ഞാൻ പോയി കാശിനെ കുളിപ്പിച്ചിട്ട് വരട്ടെ. കുളിപ്പിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കോപ്പി റൈറ്റ് കിട്ടും. അതാ കാശിനെ കുളിപ്പിച്ച് ഞാനും കുളിച്ച് സെറ്റായിട്ട് വരാം. അപ്പം നമ്മുടെ കാശി ബേബിനെ കുളിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞാൻ കുളിപ്പിച്ച് സോപ്പൊക്കെ ഇട്ട് കൊടുത്ത് തലയിൽ എണ്ണയും വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിൽ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എനിക്ക് വയ്യ, നടുവേദന. ഇപ്പം ഇവനെ എടുത്തുകൊണ്ട് നടക്കാൻ കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ ചേട്ടത്തിൻ്റെ കയ്യിലാണെങ്കിൽ അവൻ കുറച്ച് നേരം ഇരിക്കും, എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ കയ്യിൽ. അല്ലാണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഇരിക്കാനൊക്കെ പാടും. ഗോകുൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കുറച്ച് നേരമൊക്കെ ഇരിക്കും, പിന്നെ കരച്ചിലും ബഹളമൊക്കെയാണ്. കാശി വെള്ളത്തിൽ നിർത്തിയാലും കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ വാഷ്റൂം മൊത്തത്തിൽ സൗണ്ട് കേൾക്കുന്നില്ലേ? ഇതാ ഞാൻ കുറേ ദിവസമായി ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട്. കാര്യം ഫേസ് ഫുള്ള് പിമ്പിൾസ് ആയപ്പോഴത്തേനേ എന്തുണ്ടെങ്കിലും അലർജി ആണോ എന്ന് അറിയാൻ വയ്യതുകൊണ്ട് ഞാനതങ്ങ് നിർത്തി. ഇന്ന് ഞാൻ വെച്ച് ഒന്ന് എണ്ണ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറുമല്ലോ. അപ്പം ഞാൻ ചേച്ചിയോട് എനിക്ക് എണ്ണ ഇട്ട് തരാൻ പറഞ്ഞു. ചേച്ചി ഇട്ട് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രസവരക്ഷയുടെ മരുന്നിരിപ്പുണ്ട്. നമ്മുടെ ദന്തന്തരം തൈലം ഉണ്ടല്ലോ, അതുപോലെ തന്നെ പ്രസവരക്ഷയുടെ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുളിക്കാൻ. ചൂടുവെള്ളത്തിലൊരു കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഴിയുമല്ലോ. തലയിൽ വെള്ളം ഒഴിച്ച്
കുളി കഴിഞ്ഞാ? കാശിയുടെ കുളി കഴിഞ്ഞു. ഞാനൊന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഇരുട്ടാണ്. കാശി ബേബി ഉറക്കമായി. ഞാൻ തൈലമൊക്കെ തേച്ചൊരു കുളിയൊക്കെ പാസ്സാക്കി ചൂടുവെള്ളത്തിലൊരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കാശി ബേബി ഉറക്കമായി. ഫുഡൊന്നും കൊടുത്തില്ലായിരുന്നു. ഞാൻ രാവിലെ ഇടയ്ക്ക് മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചതിന് ശേഷം കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞിയോ ചോറോ എന്തെങ്കിലും. രാവിലെ കഞ്ഞി കൊടുത്തോണ്ട് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴത്തേനും ആൾ ഉറക്കമായി. ഇനിയിപ്പോൾ എണീറ്റിട്ടേ കഴിക്കത്തുള്ളൂ. ആ സമയത്ത് ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടെ. എന്നിട്ട് കുറച്ച് നേരം എനിക്ക് എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങാമല്ലോ. ഭയങ്കര ഇരുട്ടാട്ടോ, വെട്ടമില്ലാത്തതുകൊണ്ടിട്ട് ഇരുട്ടാ. ഉറങ്ങുന്നില്ല. ലൈറ്റിട്ട് കഴിഞ്ഞാൽ ഉറക്കം എണീക്കാതെ. അപ്പോൾ ഇതേ ഈവനിങ് കാശി എണീറ്റുള്ളൂ. കാശിയുടെ കൂടെ പോയി കിടന്ന് ഞാനും കുറച്ച് നേരം ഉറങ്ങി. ഇപ്പം എന്നിട്ട് എണീറ്റിട്ട് കാശിക്ക് ഫുഡ് കൊടുത്ത്, ചോറ് കൊടുത്ത്, ചോറും തോരനും കൂട്ടി കൊടുത്തു. എന്നിട്ട് നിൽക്കുമ്പോഴാണ് ഈവനിങ് ആയി കേട്ടോ. 4 മണിയൊക്കെ കഴിഞ്ഞു. നിൽക്കുന്ന ടൈമിലാണ് എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂമോൺസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു പേജിൽ നിന്ന് കൊറിയർ വന്നതാണ്. ഞാൻ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് കാണിച്ചു തരാമേ. അപ്പം എനിക്കിനിപ്പോൾ ഡേറ്റ് അടുക്കാറായതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുകയും വേണം. ഞാൻ പെട്ടെന്ന് എടുത്തയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ചൂടോടെ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിത് ലിറ്റിൽ ബൈറ്റ്സ് ഓഫ് ബേബി സ്റ്റോർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ അയച്ചു തന്നിട്ടുള്ളത്. അവരുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അഫോർഡബിൾ റേറ്റിന് ഒരുപാട് കളക്ഷൻസ് അവരുടെ അടുത്ത് അവൈലബിൾ ആണ്. നമ്മൾ ന്യൂ മോംസിനുള്ളതും ബേബീസിനുള്ളതും ഒക്കെ ഉണ്ട്. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ മെറ്റേണിറ്റി ബാഗ് പാക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു മെറ്റേണിറ്റി പാഡ് എന്ന് പറയുന്നത്. ഇത് അപ്പം ന്യൂ മോമിൻ്റെ തന്നെയാണ് സാനിറ്ററി പാഡ് വന്നിട്ടുണ്ട്. കാശി അല്ല, ചാച്ചനോട് ഓടിയതാണ്. കാശി ഇറങ്ങി ഓടിക്കളഞ്ഞു. അതാ അപ്പോൾ ഫസ്റ്റ് ഇതേണ്ട ഈ ഒരു മെറ്റേണിറ്റി പാഡ്. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാമേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് മെൻഷൻ ചെയ്തേക്കാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എല്ലാം കൂടെ നമുക്കൊരു പാക്കേജ് കണക്ക് അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതൊരു കൊളാബ് എന്ന രീതിയിലൊന്നും എടുക്കണ്ട. ഇത് ഒരുവിധം എല്ലാ ന്യൂ മോംസിനും യൂസ്ഫുൾ ആവുന്ന ഒരു പേജാണെന്ന് എനിക്ക് തോന്നിക്കൊണ്ടിട്ടാണ് ചെയ്യാൻ വിചാരിച്ചത്. മുന്നേ ഞാൻ കാശിയുടെ സമയത്ത് ഇതേ കണക്കൊരു പേജിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാകും, നമ്മുടെ കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ കണക്ക് തന്നെയുള്ളൊരു പേജാണ്. ഒരുവിധം എല്ലാ ഐറ്റംസും അവരുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് ഒരു ബേബി വൈപ്സ് ഉണ്ട്. ഇത് ഞാൻ ബേബിക്ക് യൂസ് ചെയ്യില്ല. ഇതിൻ്റെ നോർമൽ വൈപ്സ് ആണ് കേട്ടോ. ഇത് എനിക്കോ കാശിക്കോ എടുക്കാം. കുഞ്ഞു ബേബിക്ക് ഞാൻ വാട്ടർ വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യില്ല. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ഡോമിനൽ ബൈൻഡർ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കോംബോ ആയിട്ട് ഹൂഡഡ് ടവൽ, ബ്ലാങ്കറ്റ്സ്, ബേബി ഫ്രാപ്പർ, അതുപോലെ ബേബി ക്യാരി ബെഡ്, മോസ്കിറ്റോ ബെഡ്, ക്രൈഡിൽ, ഇങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ഒരു കസ്റ്റമൈസേഷൻ്റെയൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്കിൻകോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ അബ്ഡോമിനൽ ബൈൻഡർ വെച്ച്. അതായത് നമ്മുടെ വയറ് കെട്ടുമല്ലോ, അത് ചിലർ പറയും വയറൊന്നും കെട്ടേണ്ട കാര്യമില്ലാന്ന്. പക്ഷേ വയറ് കെട്ടിക്കഴിഞ്ഞാൽ വേറെ നല്ല രീതിയിൽ ഒതുങ്ങും. എനിക്ക് കാശിയുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു 6 മന്ത്സിൻ്റെ വയറ് അന്നേരവും ഉണ്ടായിരുന്നു, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കും ഇനിയും കുഞ്ഞുമാവ ഇതിനകത്തുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. സോ എൻ്റെ വയറ് ഒതുങ്ങിയത് മെയിനായിട്ട് ഈ ബൈൻഡർ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടോ. ഞാൻ ബൈൻഡറല്ല കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, വെള്ളമുണ്ടായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. ബൈൻഡർ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. പിന്നെ ഒരു 4 ജെബ്ലാസ്. ഇത് ബട്ടൺ ജെബ്ലാസ് ആണ് കേട്ടോ. അത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റീരിയലാണ്. സ്ലീവ് ഉള്ളതും സ്ലീവ് ഇല്ലാത്തതുമായിട്ടുള്ള 4 എണ്ണമാണ്. സ്ലീവ് ഉള്ള 2 എണ്ണവും സ്ലീവ് ഇല്ലാത്ത 2 എണ്ണവും അങ്ങനെയാണ് അയച്ചിട്ടുള്ളത്. പിന്നെ എനിക്കിഷ്ടമായ ചെറിയൊരു പിങ്ക് കളറിലുള്ള ഒരു നാപ്പിയുടെ സെറ്റ് ഉണ്ട്. നമ്മൾ നിക്കർ ഉടുപ്പ് അല്ലല്ലോ ആദ്യമായിട്ട് കൊടുക്കുന്നത്, നാപ്പി സെറ്റായിട്ടാണ് അയച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈറ്റിനോട് എനിക്ക് ഇത്തിരി ക്രേസ് കൂടുതലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതുപോലെ ഫുൾ വൈറ്റ് വരുന്ന ഒരു ക്യാപ്പും മിറ്റൻസും ഒക്കെ ക്യാപ്പൊക്കെ വരുന്ന ഒരു റോംബർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേണ്ട ഒരു ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും ഒക്കെ വരുന്ന ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. ഒരു പെയറായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ
നമ്മുടെ ക്ലോത്ത് നാപ്പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അത്യാവശ്യം ഉള്ളിൽ സ്പോഞ്ച് പോലത്തെ എന്തോ ആണ്. കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഇതാകുമെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ യൂറിനൊക്കെ അത്യാവശ്യം കളക്ട് ചെയ്യുന്ന ടൈപ്പിലുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം അത് പറയാം. അതൊരു 4 എണ്ണം ഉണ്ട് കേട്ടോ. അതൊരു സെറ്റായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായത്. ഇത് കുറച്ച് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ദേ ഒരു ഹൂഡഡ് ടവല്, പിന്നെ ഫേസ് ടവല്, ഒരു ബാത്ത് ടവല്, ഒരു ഡ്രൈ ഷീറ്റ്. ഇത്രയും ഐറ്റംസാണ്. ഇത്രയല്ല കേട്ടോ, വേറൊന്നുമില്ല. പിന്നെ ഇതേ ഒരു റിസീവിങ് ബെഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല കാണാനുമൊക്കെ നല്ല ഭംഗിയുള്ള ഒരു റിസീവിങ് ബെഡാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും കൂടെയാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് അവരെല്ലാം സെയിൽ ചെയ്യുന്നതും. മെറ്റീരിയൽ ആയാലും എല്ലാം പക്ക ക്വാളിറ്റിയിലാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കണമെന്നാണല്ലോ നമ്മൾ അമ്മമാർ ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെയൊക്കെ വേണം നമുക്ക് കംഫർട്ടായിട്ടൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്തേക്കാം. കൊള്ളാം, എനിക്ക് ഓക്കെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ട്രിവാൻഡ്രത്താണ് അവരുടെ ഷോപ്പ് വരുന്നത്. ഡയറക്റ്റ് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ പേജും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. ചിലർ ഞാൻ പേജ് കൊടുക്കാമെന്ന് പറയുമ്പം ഇൻസ്റ്റ യൂസ് ചെയ്യാത്തവരുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. നമ്മുടെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പം അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അതല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരി, നമ്മൾ പോവാം. ഞാൻ റെഡിയായി. ഗോകുവിൻ്റെ ചേച്ചി തട്ടടയിൽ പോയി. എന്നാ വാ, തട്ടടയിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുക. പോയിട്ട് വരട്ടെ, കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ശരി, പോട്ടെ. ഞാനും ജിത്തുക്കുട്ടനും അതുപോലെ തന്നെ ഗോകുവിൻ്റെ ചേച്ചിയും കൂടെയാണ് വീടിനടുത്തുള്ള ചെറിയൊരു ചായക്കടയുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ആ ചായക്കട കാണിച്ചിട്ടുണ്ട്. ഗോകുള്ള ടൈമിൽ സ്ഥിരം പോകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പോക്കൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കൊരു ഈവനിങ് വാക്ക് കൂടെ ആകുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഈ വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ അമ്മ പറയും, ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക നീ ഇങ്ങനെ ഇറങ്ങി നടക്കല്ലേ എന്ന് പറയാറുണ്ട്. എന്നാലും ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ചായക്കട. അതിൻ്റെ ബാക്കിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഇരുന്നിട്ട് നമുക്ക് ചായ കുടിക്കുകയും അതുപോലെ ഇതുപോലെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു എന്തായിരുന്നു മുളക് ബജിയും അതുപോലെ തന്നെ കാ ബജിയും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കച്ചവടവും ഉണ്ട്. ഗോകു ഇല്ലാത്തതുകൊണ്ടിട്ട് ഇതൊക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ആ മിസ്സിങ് ഒക്കെ മാറിക്കിട്ടി. അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്ത് ഗോകുവിനെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാവർക്കും ഗോകുവിനെ അറിയാം കേട്ടോ. അവിടെ ആ ഒരു ഏരിയയിൽ എല്ലാവർക്കും ഗോകുവിനെ അറിയാം. നമ്മൾ കഴിച്ചതിന് ശേഷം വീട്ടിലേക്കുള്ളതുകൂടെ മേടിച്ചിട്ടാണ് പോരുന്നുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും എല്ലാവരും കൂടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ്, ഇതെൻ്റെ വല്യമ്മച്ചിയാണ്, അത് ഗോകുവിൻ്റെ 2 സിസ്റ്റേഴ്സാണ്, അങ്ങേയറ്റത്തിരിക്കുന്നത് എൻ്റെ അമ്മാമ്മയാണ്. ഗോകുവിൻ്റെ അമ്മ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ കാശി ബേബിനെ വിളിച്ചപ്പോഴത്തേനും എന്നെ ഓടിപ്പോരുമായിരുന്നു ചെയ്തത്. ഹലോ, അപ്പോൾ ദേ ഞാൻ എൻ്റെ സുന്ദരി കുട്ടിയുടെ ഒപ്പം കണ്ട കാശി ബേബിന് ഫ്രോക്കൊക്കെ ഇട്ട് ജാനിമോളുടെ ആണ് കേട്ടോ. എനിക്ക് ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് നടത്താനൊരാഗ്രഹം. അങ്ങനെ ഞാൻ ഇട്ട ഞങ്ങൾ പള്ളിയിൽ പോകാൻ പോവാം. ഇവിടെ പള്ളി പെരുന്നാൾ നടക്കാം. പെരുന്നാൾ കഴിഞ്ഞ് പക്ഷെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. കാശിനെ ഫുള്ള് ഞാൻ കാണിച്ചു തരാമേ. കാശി നോക്ക് കാശി നോക്കേ. അയ്യോ രസമുണ്ടല്ലേ. എല്ലാവരും എന്നെ കാണുമ്പോൾ പറയും ബേബി ഗേൾ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അവനെ ഒരു ഗേളിനെ പോലെ ഒരുക്കി ഇറക്കിയിട്ടുണ്ട്. വലുതാകുമ്പോൾ പറ്റൂലല്ലോ, ഇപ്പം അല്ല പറ്റുള്ളൂ. കാശി കണ്ണ അടി കൂടുന്നുണ്ട്. 2 കൂടെ അടി. എല്ലാവരും കൂടെ ഒരുങ്ങിയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. വണ്ടി വന്ന് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പള്ളിയിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഞങ്ങൾ ചേട്ടൻ്റെ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വഴിയിലേക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ ചെയ്ത്. ചെറിയ ഓട്ടോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിതേ പള്ളിയിലെത്തി. ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയിട്ട് അങ്ങ് പോയി. ഞാനും ഗോകുവിൻ്റെ ചേച്ചിയും എൻ്റെ നാത്തൂനും എൻ്റെ അനിയത്തിയും ജാനിമോളും കാശി ബേബിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ കാശി ബേബിക്ക് ഫ്രോക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നടത്തുന്നത്. ഞാൻ ഇങ്ങനെ നടത്താറില്ല കേട്ടോ. ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഗോകുവിനെ കാണിച്ചപ്പോഴേ ഗോകു ചോദിച്ചു ഇത് ആരാണെന്ന് ആദ്യം ചോദിച്ചത്. ഗോകുലിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല. ഫ്രോക്കും ഇട്ട് പൊട്ടുമൊക്കെ ഇട്ട് സിന്ദൂരമൊക്കെ ഇട്ടപ്പോഴത്തേന് ആളാകെ മാറിപ്പോയി. എനിക്ക് ഗേൾ ബേബി വേണോ എന്ന് ആഗ്രഹമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു ബേബി കൂടിയിട്ട് ബോയ് ബേബി വന്നതിന് ശേഷം മൂന്നാമത്തെ ആളൊരു ഗേൾ ബേബി ആവട്ടെ എന്നാണ്. അല്ലാണ്ടിട്ട് ഇപ്പോൾ എനിക്ക് ഗേൾ ബേബി വേണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ബട്ട് ദൈവം തരുന്നത് പോലെ ബേബി ബോയ് ആയാലും ബേബി ഗേൾ ആയാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ചേച്ചി ഗേൾ ബേബി ആയിരിക്കും ബോയ് ബേബി ആയിരിക്കും. അപ്പം ഞാൻ കമൻസൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട് ബോയ് ബേബി ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. പിന്നെ പള്ളിയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലല്ലോ. ഞാൻ അധികം വീഡിയോസൊന്നും അവിടെ നിന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ 10 രൂപ 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ 80 രൂപ 100 രൂപ അങ്ങനെ ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ പോണത്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതുപോലെ ഇതുപോലെ ഫാൻസി ഐറ്റംസും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോകുവും ഞങ്ങളുടെ അമ്മയൊക്കെ നാട്ടിലുണ്ടായിരുന്നു ആ ടൈമിൽ. സോ അതുകൊണ്ടിട്ട് ഞങ്ങൾ സ്ഥിരം ഒരു മെയ് 1st വീക്ക്, അതായത് മെയ് 1-ാം തീയതി തുടങ്ങുന്ന ഈ ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ മെയ് 28 വരെയൊക്കെ പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് വിലക്കുറവിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലക്കുറവിനൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ വില കൂടുതലാണോ എന്ന് ചോദിച്ചാൽ വില കൂടുതലിനുള്ളതുകൊണ്ട് നമ്മൾ ഈ ഗ്ലാസ്സുകൾ, നല്ല പാത്രങ്ങൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല ലാഭത്തിന് മേടിക്കാൻ പറ്റും കേട്ടോ. കൊല്ലത്തുള്ളവർക്കൊരു ഇതെല്ലാം അറിയായിരിക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇത് ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നത്. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി, തേവള്ളി പള്ളി, പിന്നെ കടവൂർ പള്ളി, നമ്മളിവിടെ കോട്ടയത്ത് പള്ളി എന്നൊക്കെ പല പേരുകളിലാണ് ഇവിടെ പറയുന്നത്. കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും പള്ളിയും പള്ളിയിലെ ചടങ്ങുകളും വിശേഷങ്ങളും ഒക്കെ. പിന്നെ ഞങ്ങളൊരു ഫാൻസി സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും അങ്ങനെ അധികം സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പെയിൻ ചീപ്പ് മേടിച്ചു. ഇപ്പം എന്താണെന്ന് അറിയില്ല, എണ്ണയൊക്കെ നല്ല രീതിയിൽ വെക്കുന്നതുകൊണ്ടാവണം നല്ല രീതിയിൽ എൻ്റെ തലയിൽ പെയിൻ കയറിയിട്ടുണ്ട്. അതിനെയൊക്കെ ഓടിച്ച് കളയാൻ വേണ്ടിയിട്ട് പെയിൻ ചീപ്പ് മേടിച്ചു. വേറെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനടുത്ത് തന്നെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ദോശയും ഓംപ്ലേറ്റും അതാണ് കേട്ടോ മേടിച്ചത്. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ഞാൻ വാട്ടർമെലൺ ജ്യൂസ് ആക്കിയിട്ടുണ്ട്. ഒന്നല്ല, ഇപ്പോൾ ഒരു ഗ്ലാസ് കഴിച്ചു. ഇത് രണ്ടാമത്തെ കുറച്ചും കൂടെ ഉണ്ട്. കാശ്മീരിലെ പാലും കാച്ചി വെച്ചു. ഇനി അത് ബോട്ടിലാക്കണം. നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് അതെടുത്ത് മുടക്കി വെക്കണം. ചിലപ്പോൾ തോന്നി ഒന്ന് കുളിക്കണം, കാശ്മീർ കുളിക്കണം, കിടന്നുറങ്ങണം. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇങ്ങനെയൊക്കെ പോകും. വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഗുണങ്ങളോ ഒന്നും നിങ്ങൾക്കുള്ളതൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചായ കുടിച്ചുകൊണ്ടിട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നീ കഴിച്ചിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈമൊക്കെ പോലും. എനിക്ക് ഇന്നും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലോ. സോ അഡ്ജസ്റ്റ് ചെയ്യൂട്ടോ, ഇല്ലെന്നുണ്ട് സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ പോയ പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേവള്ളിയിലാണ്. നമ്മളിവിടെ കോട്ടയത്ത് പള്ളി, കടവൂർ പള്ളി, തേവള്ളി പള്ളി എന്നൊക്കെ പറയും. ഫിനിഷ്. ഫ്ലൂയിഡ് കുറവായതിനു ശേഷം ഞാൻ ഇപ്പം ഡെയിലി വാട്ടർമെലൺ ജ്യൂസ് എൻ്റെ ഒരു ഫുഡ് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തണ്ണിമത്തൻ ജാനിമോള് ആരാന്നറിയോ? ആരാ? കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 1 വീക്ക് കൊണ്ടിട്ടാണ് ഞാൻ 7.9 കിടന്ന ഫ്ലൂയിഡിൻ്റെ ലെവൽ 10.2 ആക്കിയത്. അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വാട്ടർമെലൺ ജ്യൂസാണ്. ജാനുണ്ട്. വാട്ടർമെലൺ നല്ല ഫ്രൂട്ട് ജ്യൂസ് എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കൂടുതൽ ഇപ്പോൾ വാട്ടർമെലനാണ് കഴിക്കുന്നത്. സീസൺ ആയതുകൊണ്ടിട്ട് ഇഷ്ടംപോലെ അവൈലബിളും ആണ്. ഏതോ പേജിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കഴിഞ്ഞു, ഇച്ചിരി കൂടെ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തീരാനായി കേട്ടോ. ഇച്ചിരി കൂടെ സഹിച്ചാൽ മതി തന്നെ. അപ്പോൾ അതേ ഈ വാർഡ്രോബിൻ്റെ അകത്താണ് ഞാൻ കുഞ്ഞു ബേബിയുടെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഒരുവിധം എല്ലാം അതിൻ്റെ അകത്തങ്ങ് അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ. വാർഡ്രോബല്ല, ചെറിയൊരു നല്ല രസമുണ്ട്, മടക്കാൻ ഓക്കെയാണ്, കംഫർട്ടാണ് കേട്ടോ. ഓരോന്ന് ഞാൻ ഓരോ സെക്ഷൻ വൈസ് ആക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പം എടുക്കാനും എനിക്ക് എളുപ്പമാണ്.
അതിൻ്റെ ഒരു ഇതിൽ മടക്കി വെച്ചേക്കാം. ഇതിൻ്റെ ലിങ്ക് ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അതല്ലാതെ നിങ്ങൾ ഞാൻ മറന്നു പോയാൽ ചോദിച്ചാൽ മതി വേണമെന്നുള്ളവർ കേട്ടോ. നല്ലതാണ്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കുഞ്ഞിൻ്റെ ഒരുവിധം എല്ലാ സാധനങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. പക്ഷെ വലിയവരുടെ എല്ലാം ഒന്നും വെക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികളുടെയൊക്കെ ആണാണ് കുഞ്ഞു ബേബിയുടെ ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ സാധനങ്ങളൊക്കെ ഒരുവിധം എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നുള്ളൂ. കാർഷിക സമയത്ത് എന്തുകൊണ്ട് ഞാനിത് വാങ്ങിയില്ല എന്ന് ഞാൻ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല സാധനമൊന്നേ, കൊള്ളാം, ക്വാളിറ്റിയും ഉണ്ട്. ഈ കൊളാബിന് വന്ന സാധനങ്ങളായാലും എല്ലാം നല്ലതാണ് കേട്ടോ, എനിക്കിഷ്ടമായില്ല. ഒരുവിധം എല്ലാം ഇതിനകത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ. ഞാൻ എല്ലാം പല പല സെക്ഷൻസ് ആക്കി വെച്ചേക്കുക. റോംബേഴ്സ് ഒന്നിൻ്റെ അകത്ത്, ജബ്ലാസ് ഒന്നിൻ്റെ അകത്ത്, നോട്ട് ജബ്ലാസ് ഒന്നിൻ്റെ അകത്ത്, ബട്ടൺ ജബ്ലാസ് ഒന്നിൻ്റെ അകത്ത്, നാപ്പീസ് ഒന്നിൻ്റെ അകത്ത്, അങ്ങനെ ആക്കി വെച്ചേക്കുക. അപ്പോൾ എടുക്കാനും എനിക്ക് സുഖമാണ്, അതാണ് കേട്ടോ അങ്ങനെ വെച്ചേക്കുന്നത്. കാർഷിക സമയത്ത് പിന്നെ കബോർഡ് ഉണ്ടായിരുന്നോണ്ടിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അലമാരി ഉണ്ടായിരുന്നോണ്ടിട്ടേ കാർഷികയിലെ അലമാരിക്കകത്ത് അടഞ്ഞൊതുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അലമാരി ഉണ്ട്, പക്ഷേ നമ്മൾ അലമാരിക്കകത്ത് വയ്ക്കുന്നതിന് അധികം സാധനങ്ങളായി. ഒരാളും കൂടെ എക്സ്ട്രാ വന്നേക്കല്ലേ. ഇത് ടൗലെല്ലാം ഞാൻ ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു അടുക്കും ചിട്ടയും ഫീൽ ചെയ്യും. എന്റെ പൊന്നെന്തിയേ, മമ്മിയുടെ കുഞ്ഞുവാവെന്തിയേ, എവിടെ പൊന്നി? ആ എന്തോരോ പറയുന്നു. ഇതിങ്ങനെ തന്നെ കേട്ടോ. ഇത് മറ്റേ ചെറിയ ടവലുണ്ടല്ലോ ഫേസൊക്കെ വൈപ്പ് ചെയ്യാനുള്ള കുഞ്ഞു ടവൽസ്. അഞ്ചാറെണ്ണം ഉണ്ട് കേട്ടോ. കൊണ്ടുവച്ചിട്ടുണ്ടോ ചീപ്പ്? ഞാനിവിടെ ചീപ്പ് തിരക്കി നടക്കും. ചീപ്പൊക്കെ കിട്ടി. അയ്യോ കണ്ടതുണ്ട്. കാശ് വേണ്ട വേണ്ട വേണ്ട. സാധനം ഒന്നും നിരച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ. എല്ലാം വലിച്ചു കളയും. തലപ്പൊട്ടും കുഞ്ഞി ഇങ്ങോട്ട് വാ. അവനേക്കാളും വലിയൊരു പെട്ടി. ഇനി വെക്കാനുള്ളത് ബൈൻഡർ. ഇത് മോളിലോട്ട് വെച്ചേക്കാം. ഇതൊക്കെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വേണ്ടുന്നല്ലേ. ഇത് ഓൾറെഡി ഞാൻ റിസീവിംഗ് ബെഡ് ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഏതെങ്കിലും ഒരെണ്ണം പോകുമ്പോൾ കൊണ്ടുപോകാം. പിന്നെ ഒരെണ്ണം ദുബായിലേക്ക് പോകുമ്പോൾ എടുത്തിട്ട് പോകാമല്ലോ. ഒരെണ്ണം ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ പെയറില്ലല്ലോ, അതിൻ്റെ പെയർ ഇരിപ്പുണ്ട്. അത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. ശരി ചെല്ലട്ടെ. ഇനിയിപ്പോൾ ഒന്ന് പുറം കഴിയണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. സൈനിങ് ഓഫ് പറയാൻ വരാം. ഇപ്പം ഞാൻ പോകുന്നു. വയ്യ, ടയേർഡായി. അപ്പം ഞാൻ മേലിൽ വന്നൊന്നും നിന്നില്ല. എനിക്ക് വയ്യ, മടി. സോ ഫേസ് വാഷ് ചെയ്ത് മുടിയും കെട്ടി എല്ലാം സെറ്റായി. ബെഡൊക്കെ തട്ടിക്കുടഞ്ഞു. റൂമൊക്കെ ഒന്ന് തൂക്കാനുണ്ടായിരുന്നു. തൂത്തൊക്കെ കഴിഞ്ഞാൽ ഇനി ഒന്നും വീഡിയോ എടുത്തില്ല. ഫോണിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത്. ഇനി കാശിക്ക് ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കണം. ഞാൻ പള്ളിയിൽ പോകുന്നതിന് കാശിനെ കുളിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. രാത്രി ഇനി
2-3 വട്ടം കുളിപ്പിക്കണ്ട എന്ന് കരുതുന്നു. അയ്യോ, ഇനി എവിടെയെങ്കിലും ഒന്ന് നടുനൂത്ത് കിടന്നാൽ മതി. കുഴഞ്ഞ് അതാന്നേ. കഴിച്ച ഡേറ്റ് എടുക്കാനായില്ലേ. എനിക്ക് ആക്ച്വലി ജൂൺ 8-ാം തീയതിയാണ് സ്കാനിങ് പ്രകാരമുള്ള ഡേറ്റ്. പക്ഷെ ഡോക്ടർ ഇന്ന് ചെല്ലാനാണ് പറഞ്ഞത്. ഇന്ന് ചെന്നായിരുന്നെങ്കിൽ എനിക്ക് BP കൂടുതലാണെങ്കിൽ പിടിച്ച് അഡ്മിറ്റ് ചെയ്തേനെ. അപ്പോൾ എനിക്കൊരു പേടി C-സെക്ഷൻ ചെയ്യുമോ എന്ന് സ്വന്തമായിട്ട് എടുത്ത ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് BP കുറവാണ് എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ വേണ്ട പോട്ടെ, പിന്നെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പോയി അഡ്മിറ്റ് ആകാമെന്ന് വിചാരിച്ചത്. എന്തായാലും എന്നാണ് പോകേണ്ടത്? 10-ാം തീയതി ഞാൻ പോയി അഡ്മിറ്റ് ആവില്ല, പോയി നോക്കും. ഓക്കെ ആണ്, അഡ്മിറ്റ് ആവാൻ പറയുകയാണെങ്കിൽ അഡ്മിറ്റ് ആവും, ഇല്ലയെന്ന് പറയാം, കുഴപ്പമില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങ് പോരും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങ് നേരെ പോയാൽ മതി ഹോസ്പിറ്റലിലേക്ക്. പ്രസവിക്കാനുള്ള പേടിയുണ്ടൊന്നും അല്ലട്ടെ, ഹസ്ബൻഡ് കൂടെ വേണമെന്നുള്ളൊരിത് കൊണ്ടിട്ട്, ആഗ്രഹം കൊണ്ടിട്ട് മാത്രം. ചേട്ടാ സ്വന്തം ഷോപ്പാണ്, ആരെ കമൻറ്റ് ചെയ്തേക്കുന്നത്. അത് ഞങ്ങളുടെ സ്വന്തം ഷോപ്പാണ്. അപ്പം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ജൂൺ 8 വരെ എനിക്ക് ടൈമുണ്ട്. പക്ഷേ എനിക്ക് ഈ 13-ാം തീയതി ആകുമ്പോൾ 9 തികഞ്ഞ് 10 തുടങ്ങും. അതായത് 9 മാസവും 9 ദിവസവും അല്ലേ ഡെലിവറിയുടെ കണക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 13-ാം തീയതി കഴിയും 9 തികയും. സോ എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. പിന്നെ എനിക്ക് പെയിൻ വന്നിട്ട് പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. കാര്യം അപ്പോൾ പിന്നെ നോർമൽ ആയിരിക്കുമല്ലോ എന്നൊരു ചിന്താഗതി. അതാണ് കേട്ടോ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ഇപ്പോൾ രാത്രി ഇനിയിപ്പോൾ കിടക്കാൻ പോകുന്നു. കാശിക്കുള്ള പാല് കാച്ചി വെച്ചിരിക്കുന്നത് അത് ബോട്ടിലാക്കുക, എടുക്കുക, കാശി കൊണ്ടുവന്നിട്ട് കാശിക്ക് ഒരു ഉടുപ്പിട്ട് കൊടുക്കുക, കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.